വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫ്ഫാന്റെ കുഴഞ്ഞുവീഴൽ നാടകം പൊളിച്ചു പോലീസ്. ശാരീരിക പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ തെളിവെടുപ്പ് തുടരുകയായിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്ഫാനെ കൃത്യം നടന്ന സ്ഥലങ്ങളിലെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ നെടുമങ്ങാട് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച അഫ്ഫാനെ ചോദ്യം ചെയ്യലിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ 7-ന് തെളിവെടുപ്പിനായി താഴെ പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തിക്കുമെന്നായിരുന്നു വിവരം ലഭിച്ചത്. രാവിലെ 6:30 മണിയോടെ പ്രഭാതകൃത്യത്തിനായി പോകണമെന്ന് അഫ്ഫാൻ ആവശ്യപ്പെടുകയും പോലീസ് വിലങ്ങഴിച്ചു കൊടുക്കുകയുമായിരുന്നു. എന്നാൽ സെല്ലിനകത്തെ ശൗചാലയത്തിൽ പോയ അഫ്ഫാൻ തലകറക്കമുണ്ടെന്ന് പറയുകയും ബോധക്ഷയം അഭിനയിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ പാങ്ങോട് പോലീസ് കല്ലറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് നടത്തിയ പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തി. പിന്നീട് തെളിവെടുപ്പ് വരെ സെല്ലിൽ തലങ്ങും വിലങ്ങും നടന്ന അഫ്ഫാൻ ഉച്ചയൂണ് നൽകിയപ്പോൾ മീൻകറി ആവശ്യപ്പെടുകയും ചെയ്തു. മുത്തശ്ശി സൽമ ബീവി കൊല്ലപ്പെട്ട പാങ്ങോടുള്ള വീട്ടിലും തുടർന്ന് സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലുമാണ് വൻ പോലീസ് സുരക്ഷയിൽ എത്തിച്ചത്. കുറ്റബോധമോ ഭാവഭേദമോ ഇല്ലാതെയാണ് ക്രൂരകൃത്യം ചെയ്ത സ്ഥലങ്ങളിൽ അഫ്ഫാൻ പെരുമാറിയത്. മാതാവ് ഷെമിയുടെ കഴുത്തിൽ ഷാൾ കുരുക്കി ചുവരിലടിച്ച രീതി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസ് എടുത്ത കേസിലായിരുന്നു ആദ്യത്തെ തെളിവെടുപ്പ്. വെള്ളിയാഴ്ച 4 മണിയോടെയാണ് പാങ്ങോടുള്ള വീട്ടിൽ എത്തിച്ചത്. ബന്ധുക്കളും നാട്ടുകാരുമടക്കം വൻ ജനാവലി തിങ്ങിക്കൂടിയ ഇവിടെ പോലീസ് വൻ സുരക്ഷയൊരുക്കി. സൽമ ബീവി തലക്കടിയേറ്റ് വീണ് കിടന്നിരുന്ന സ്ഥലം പ്രതിയെ കാണിച്ചു. തുടർന്ന് വീടിനുള്ളിലെത്തിച്ചും തെളിവെടുത്തു. മാല ആവശ്യപ്പെട്ടിട്ടും നൽകാത്ത മുത്തശ്ശി തന്റെ മാതാവിനെ ആക്ഷേപിച്ചുവെന്നും ഇതിനുള്ള വിരോധമാണ് കൊലയ്ക്ക് പിന്നിലെന്നുമാണ് അഫ്ഫാൻ മൊഴി നൽകിയത്. വെള്ളിയാഴ്ച തെളിവെടുപ്പിലും ഇക്കാര്യങ്ങൾ ആവർത്തിച്ചു. ഇതിനുശേഷമാണ് സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും തലക്കടിച്ചു കൊല്ലുകയും മാതാവ് ഷെമിയെ ആക്രമിക്കുകയും ചെയ്ത വെഞ്ഞാറമൂട് പെരുമലയിലെ വീട്ടിലെത്തിച്ചത്. ഇവിടെയും പ്രദേശവാസികളും ബന്ധുക്കളും തിങ്ങിക്കൂടിയിരുന്നു. പ്രതിഷേധം ഭയന്ന് കനത്ത പോലീസ് കാവലും ഉണ്ടായിരുന്നു. കൂട്ടക്കൊല നടന്ന ഫെബ്രുവരി 24 ശേഷം ആദ്യമായാണ് അഫ്ഫാനെ ഈ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. കൊടും ക്രൂരത അരങ്ങേറിയ വീട്ടിലും അക്ഷോഭനായാണ് അഫ്ഫാൻ പോലീസിനൊപ്പം കയറിയത്. അനുജൻ അടിയേറ്റ് മരിച്ചുകിടന്ന വരാന്തയിലും താഴത്തെ നിലയിലെ എല്ലാ മുറികളിലും പോലീസ് അഫ്ഫാനുമായി കയറി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് മാതാവിനെ ആക്രമിച്ച വിധം SHO അനൂപ് കൃഷ്ണന്റെ കഴുത്തിൽ ഷാൾ കുരുക്കി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ ഫർസാനയെ ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ മുകളിൽ നിലയിൽ എത്തിച്ചപ്പോഴും ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് ചോദിച്ചതിനെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അഫ്സാനെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. വെള്ളിയാഴ്ചത്തെ തെളിവെടുപ്പ് വിവരങ്ങൾ വിലയിരുത്തിയ ശേഷമാകും വെഞ്ഞാറമൂട് പോലീസ് മറ്റു കൊലപാതകങ്ങളിൽ കേസെടുക്കുക. തുടർന്ന് കൂടുതൽ ദിവസം കസ്റ്റഡി ആവശ്യപ്പെടുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കും.